വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നെയ്യ് ഒഴിക്കുക. ഒരു 3-4 സ്പൂൺ മാക്സിമം മതി, സ്പൂണാണേ. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം. നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ അരിയണ പോലെയാണ് പഴം ഞാൻ അരിഞ്ഞിട്ടുള്ളത്. 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അങ്ങനെ ഈ അരിഞ്ഞ് വെച്ച പഴം നമ്മൾ നന്നായിട്ട് സോർട്ട് ചെയ്യാം. അങ്ങനെ സോർട്ട് ചെയ്ത് വരുമ്പം അധികം ഉടഞ്ഞ് പോകണ്ട. അതുകൊണ്ട് ഇളം പഴുപ്പ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്യാവശ്യം പഴുപ്പ്, അധികം ആവാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അതിങ്ങനെ കളർ മാറണ വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം അത്യാവശ്യം പഴുപ്പുള്ളതായതുകൊണ്ട് പഴത്തിന് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മധുരം ഒഴിവാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹെൽത്തി സ്നാക്ക് നോക്കുന്നവർക്കൊക്കെ നെയ്യുടെ അളവും പഞ്ചസാരൻ്റെ അളവൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അത് ഇങ്ങനെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അങ്ങനെ നെയ്യ് കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി എക്സ്ട്രാ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വേറെ പാത്രത്തിലൊന്നും സോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ഇതിൽ തന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ കാഷ്യൂ നട്ട് ഇട്ടിട്ട് ജസ്റ്റ് ആ നെയ്യിലൊന്ന് വഴണ്ട് അതിൻ്റെ ഒന്ന് ചെറിയ കളർ മാറ്റം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അത് സോർട്ട് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഈ കിസ്മിസും ഈ കാഷ്യൂ നട്ടൊക്കെ നമ്മൾ പായസത്തിലും പിന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ആ ഒരു പരുവത്തിന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പാത്രത്തിൽ വറുക്കണമെങ്കിൽ അങ്ങനെ വറുക്കാം, അല്ല ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും വറുക്കാം. ഇത് ഇത്തിരി സമയമെടുക്കും, നമ്മൾ ഒറ്റയ്ക്ക് വറുക്കുന്നതിനേക്കാളും കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമ്മൾ കിസ്മിസും കൂടി ഇടാണ്. ഇനി അതൊന്ന് ആ മുന്തിരി നമുക്കറിയാമല്ലോ അങ്ങനെ വീർത്ത് വരും, ചൂട് ഈ നെയ്യിൽ കിടന്നിട്ട് വീർത്ത് വരും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു സ്മെല്ലും വരും കേട്ടോ നമുക്ക് ഈ ബട്ടറിൽ ഗീയിൽ ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ ജസ്റ്റ് മൊരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു സ്മെല്ലും വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കി അതൊന്ന് വീർത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി തേങ്ങയുണ്ട്, നാളികേരം കൂടെ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനത് ഇട്ട വീഡിയോ അത് എന്തോ ടെക്നിക്കൽ എറർ കാരണം റെക്കോർഡായില്ല. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്നാക്ക് റെഡി. ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ മതി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അത് നിങ്ങളൊക്കെ ഒന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അടിപൊളിയാണ്.